മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ വലിയ സംഖ്യ ഏതാണ്? ചുവടെ കൊടുത്തവയിൽ വലിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻസ് 3/4, 2/3, 5/6, 4/5. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലിയ സംഖ്യയാണ് അല്ലേ? വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്കൊരു പ്രത്യേകത കാണാം. ഇവിടെ അംശങ്ങളും ഛേദങ്ങളും തമ്മിൽ 1 വീതം കൂടുതലാണ് അല്ലേ? അതായത് 3/4, 3നേക്കാളും 1 കൂടുതലാണ്. ദെൻ 2/3 അല്ലേ? 2നേക്കാളും 1 കൂടുതലാണ് ഛേദം. ആ ഒരു ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 3/4 അല്ലേ? അടുത്ത ഓപ്ഷൻ 2/3 ആണ്, അവിടെ 1 കൂടുതലാണ്. ദെൻ 5/6, 4/5, ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഛേദങ്ങൾ അംശങ്ങളേക്കാൾ 1 വീതം കൂടുതലാണ്. അപ്പോൾ ഛേദങ്ങൾ അംശങ്ങളേക്കാൾ ഒരു നിശ്ചിത സംഖ്യ കൂടുതലാണെങ്കിൽ ഏറ്റവും വലിയ അക്കങ്ങളുള്ള ഭിന്നസംഖ്യകളായിരിക്കും വലുത്. എന്താണ്? ഛേദങ്ങൾ അംശങ്ങളേക്കാൾ ഒരു നിശ്ചിത സംഖ്യ കൂടുതലാണെങ്കിൽ ഏറ്റവും വലിയ അക്കങ്ങളുള്ള ഭിന്നസംഖ്യകൾ, അതിൽ ഏറ്റവും വലിയ അക്കങ്ങളുള്ള ഭിന്നസംഖ്യ ഏതാണ്? 5/6 അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ അക്കങ്ങളുള്ള ഭിന്നസംഖ്യകളായിരിക്കും വലിയ സംഖ്യ. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഇതിൽ ഏതാണ്? 5/6 ആണ്. നമ്മുടെ കറക്റ്റ് ആൻസർ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏതാണ്? 5/6 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 12, 20, 28 അങ്ങനെ തുടങ്ങി 436 എന്ന സമാന്തര ശ്രേണിയിലെ സംഖ്യകളുടെ ശരാശരി എത്ര? നമുക്ക് സമാന്തര ശ്രേണിയിലെ സംഖ്യകളുടെ ശരാശരി കാണാനാണ്. 12, 20, 28 അങ്ങനെ 436 വരെ. അപ്പോൾ നിങ്ങളതിൽ നോക്കുക, 12, 20 വ്യത്യാസം നോക്കുക. 12, 8 അല്ലേ? 8ആണ് വ്യത്യാസം വരുന്നത്. പിന്നെ 20 കൂടെ 8 കൂട്ടുമ്പോൾ 28, അങ്ങനെയാണ് നമ്മുടെ ശ്രേണി പോകുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യാസം സമമായതുകൊണ്ട്, അങ്ങനെ വ്യത്യാസം സെയിം ആണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ പദം പ്ലസ് അവസാന പദം /2 ചെയ്താൽ മതി. നമ്മളുടെ വ്യത്യാസം ക്വസ്റ്റ്യനിലെ വ്യത്യാസം സെയിം ആണെങ്കിൽ ആദ്യത്തെ പദം പ്ലസ് അവസാന പദം /2 ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 12. അവസാന പദം 436 ആണ്. /2 ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പദം 12 + 436 നമുക്ക് എത്ര കിട്ടും? 448/2. 2 2s are 4, 2 2s are 4, 2 4s are 8. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 2 2 4, 224 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ സമാന്തര ശ്രേണിയിൽ ശ്രേണി പോകുന്നത് എങ്ങനെയാണ്? 12, 20, 28 അങ്ങനെ തുടങ്ങി 436 എന്ന സമാന്തര ശ്രേണിയിലെ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 224. അപ്പോൾ വ്യത്യാസം സമമായതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എങ്ങനെ എടുത്തു? ആദ്യ പദം പ്ലസ് അവസാന പദം /2. ഓക്കെ, നെക്സ്റ്റ്, ആദ്യത്തെ 20 അഖണ്ഡ സംഖ്യകളുടെ ശരാശരി കാണുക. ആദ്യത്തെ 20 അഖണ്ഡ സംഖ്യകളുടെ ശരാശരി കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ അഖണ്ഡ സംഖ്യകളുടെ കാര്യം പറയുന്നത് അല്ലേ? അഖണ്ഡ സംഖ്യകൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? അഖണ്ഡ സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 0 മുതൽ ആരംഭിക്കുക അല്ലേ? അതായത് 0, 1, 2, 3, 4 അങ്ങനെ. നമ്മുടെ 20ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? 19 ആയിരിക്കും അല്ലേ? കാരണം 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇവിടെയും വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ് അല്ലേ? 0, 1, 2, 3 വ്യത്യാസം എന്താണ്? സെയിം ആണ്. അപ്പോൾ വ്യത്യാസം സെയിം ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എടുക്കും? ആദ്യ പദം പ്ലസ് അവസാന പദം /2. നമ്മുടെ ആദ്യത്തെ പദം ഏതാണ്? 0 ആണ് അല്ലേ? അഖണ്ഡ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യ പദം എന്ന് പറയുന്നത് ഏതാണ്? 0 പ്ലസ് അവസാന പദം ഏതാണ്? 19/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19. 0 + 19 എന്താണ്? 19/2. 19/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9.5 അല്ലേ? 9.5 എന്ന് കിട്ടും. 9.5 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യ 5:6 എന്ന അംശബന്ധത്തിലാണ്. 2 സംഖ്യ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര? അപ്പോൾ 2 സംഖ്യ ഏത് അംശബന്ധത്തിലാണ്? 5:6 എന്ന അംശബന്ധത്തിലാണ്.
അപ്പോൾ ആദ്യത്തെ സംഖ്യ എത്രയാണ്? ആദ്യത്തെ സംഖ്യ 150 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയില്ല, അപ്പോൾ നമ്മൾ അവിടെ എക്സ് എന്നിട്ട് കൊടുത്തു കേട്ടോ. എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ രണ്ട് സംഖ്യ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150, രണ്ടാമത്തെ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളത് A:B ആണെങ്കിൽ നമ്മൾ അതിനെ A/B ഫോമിൽ എഴുതും അല്ലേ? A:B എന്താണ്? A/B. അപ്പോൾ നമ്മൾ 5:6 ആണ്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ എഴുതാം? A/B ഫോമിൽ എഴുതുമ്പോൾ 5/6. 5:6 എന്താണ്? 5/6 ഈക്വൽ 150/x എന്നായിട്ട് മാറും. 5/6 ഈക്വൽ 150/x. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നു. 5 × x എന്താണ്? 5x ഈക്വൽ 6 × 150. 6 × 150 ചെയ്യാം. ഇനി നമ്മൾ ഇതിന്ന് 5x എന്ന് എക്സിനെ മാത്രം എടുക്കുന്നു. x ഈക്വൽ 6 × 150/5 എങ്ങോട്ട് വരും? നേരെ താഴത്തേക്ക് വരും അല്ലേ? 6 × 150/5. നമുക്ക് 5ന് 150 നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 5 അല്ലേ 3 പ്രാവശ്യം 15, 30 കിട്ടും അല്ലേ? 0 നമ്മൾ അതിൻ്റെ ഒപ്പിട്ട് 30. അപ്പോൾ 6 ഗുണിക്കണം 30 എത്ര കിട്ടി? 180. അപ്പോൾ നമ്മുടെ എക്സ് നമുക്ക് എത്ര കിട്ടി? 180. ഓക്കെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? 180. ഓക്കെ. അപ്പോൾ രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150, രണ്ടാമത്തെ സംഖ്യ നമുക്ക് എത്ര കിട്ടി? 180. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2500 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 3 വർഷത്തെ പലിശ എത്ര? 2500 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 3 വർഷത്തെ പലിശ കാണണം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാണാനുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സാധാരണ പലിശ കാണാൻ I = PNR/100 അല്ലേ? I = എന്താണ്? I = PNR/100. അപ്പോൾ നമ്മൾ പി എന്താണ്? പി നമ്മുടെ മുതലാണ് അല്ലേ? എത്ര രൂപയ്ക്കാണ്? പി 2500 രൂപ. പി എത്രയാണ്? 2500. എൻ എന്ന് പറയുന്നത് നമ്മുടെ കാലം അല്ലേ? വർഷം, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. എൻ എത്രയാണ്? 3 വർഷം. ദെൻ പലിശ നിരക്ക് 6. 6 എന്താണ്? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 6%. അപ്പോൾ നേരെ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. എങ്ങനെ വരും? പി 2500 PNR ആണ്, അതായത് P × N × 6. 2500 ഗുണിക്കണം N എത്രയാണ്? 3 ഗുണിക്കണം 6 അല്ലേ? 6% /100. അപ്പോൾ നമുക്ക് ആ സീറോസ് ക്യാൻസൽ ചെയ്യാം. 2 സീറോസ് മേലുള്ള 2 സീറോസായിട്ട് ക്യാൻസൽ ചെയ്യുക. ദെൻ നേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. 25 ഗുണിക്കണം 3 ചെയ്യുക. കിട്ടിയ ആൻസറിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും? 25 ഗുണിക്കണം 3, 3×5 15, ബാക്കി 1, 23 6 1 7 75. 75 × 6 ചെയ്യുക. 6×5 30, ബാക്കി 3, 6×7 42, 3 45. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 450. അപ്പോൾ എത്രയാണ്? 3 വർഷത്തെ പലിശ എത്ര കിട്ടും? 450 രൂപ കിട്ടും. 2500 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 3 വർഷത്തെ പലിശ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 450 രൂപയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പലിശ കാണുന്നത് I = PNR/100 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാർ 3 മണിക്കൂർ കൊണ്ട് 78 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ കാറിൻ്റെ ശരാശരി വേഗത കാണാം. ശരാശരി വേഗത കണ്ടുപിടിക്കുക അല്ലേ? ഒരു കാറ് 3 മണിക്കൂർ കൊണ്ട് 78 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ കാറിൻ്റെ ശരാശരി വേഗത. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ, എനിക്ക് ഇക്വേഷൻ ഭയങ്കര കൺഫ്യൂഷൻ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ട്രയാങ്കിൾ വരച്ച് വയ്ക്കും. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് എഴുതി വയ്ക്കുക. അതായത് ഏറ്റവും മുകളിൽ ആരാണ്? ഡി അല്ലേ? ഡി അതായത് ഡിസ്റ്റൻസ്, പിന്നെ എസ്സും ടിയും. ഇനി നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേഗതയാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ്, ദൂരം ബൈ സമയമാണ് അല്ലേ? സ്പീഡ് കണ്ടുപിടിക്കാൻ എങ്ങനെ നമ്മൾ എഴുതും? വേഗത കണ്ടുപിടിക്കാൻ ശരാശരി വേഗത നമ്മൾ കണ്ടുപിടിക്കേണ്ടത്
വേഗത കണ്ടുപിടിക്കാൻ എന്താണ്? ദൂരം ബൈ സമയമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അതായത് ദൂരം ബൈ വേഗത, ദൂരം ബൈ സമയം. അപ്പോൾ നമുക്ക് ദൂരം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, സമയവും തന്നിട്ടുണ്ട്. ദൂരം എത്രയാണ്? ദൂരം 78ഉം സമയം 3 ആണ് അല്ലേ. 3 മണിക്കൂർ കൊണ്ട് 78 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദൂരം എത്രയാണ്? 78 കിലോമീറ്റർ. ദൂരം 78. ദെൻ സമയം എത്രയാണ്? സമയം 3 മണിക്കൂർ. 3 മണിക്കൂർ. നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെ വരും? വേഗത ഈക്വൽ ദൂരം എത്രയാണ്? 78/3 ചെയ്യാം. 78/3. ദൂരം ബൈ സമയം 78/3 ചെയ്യാം. എങ്ങനെ പോകും? എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? 2 3 6, ബാക്കി 1, 6 3 18 അല്ലേ. അപ്പോൾ 26 26 കിലോമീറ്റർ പെർ അവർ. 26 കിലോമീറ്റർ പെർ അവറാണ് നമ്മുടെ കാറിൻ്റെ ശരാശരി വേഗത. അപ്പോൾ നമ്മൾ വേഗത കണ്ടുപിടിക്കുന്നത് ദൂരം ബൈ സമയമാണ്. ക്വസ്റ്റ്യനിൽ ദൂരം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. നേരെ അപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടും അല്ലേ. നെക്സ്റ്റ്, ഒരു ചതുരത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? ഒരു ചതുരത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്, വീതി 4 സെൻറ്റിമീറ്റർ ആയാൽ ചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? അപ്പോൾ ചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ എന്താണ്? നീളം ഇൻറ്റു വീതി അല്ലേ. നീളം ഗുണിക്കണം വീതിയാണ് നമ്മുടെ ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? നീളം ഗുണിക്കണം വീതി. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ നീളം തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്. നീളം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വിസ്തീർണം 10 ഗുണിക്കണം 4 ചെയ്യുക. എത്ര കിട്ടി? 40 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. ചതുരത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 40 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ചതുരത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്, വീതി തന്നിട്ടുണ്ട്. വിസ്തീർണം കണ്ടുപിടിക്കാൻ നീളം ഇൻറ്റു വീതിയാണ്. 10 ഗുണിക്കണം 4 നമുക്ക് എത്ര കിട്ടി? 40 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ.